ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ. പ്രധാന വാർത്തകൾ. ഇന്ത്യയെ വികസിത രാഷ്ട്രമാക്കുന്നതിൽ സ്ത്രീകൾ സുപ്രധാന പങ്ക് വഹിക്കണമെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. അമേരിക്കയിലെ ഹിന്ദു ക്ഷേത്രത്തിലെ ഇന്ത്യ വിരുദ്ധ ചുവരെഴുത്തിൽ ആശങ്ക രേഖപ്പെടുത്തി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. നിയമനിർമ്മാണത്തിൽ സമീപകാലത്തുണ്ടായ മാറ്റങ്ങൾ വികസിത ഇന്ത്യ എന്ന കാഴ്ചപ്പാട് സാക്ഷാത്കരിക്കുന്ന ചുവടുവയ്പ്പാണെന്ന് കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ. രാജ്യത്ത് പരിസ്ഥിതി സൌഹൃദ പൊതുഗതാഗതം സാധ്യമാക്കാൻ പ്രതിജ്ഞാബദ്ധമെന്ന് ഖനവ്യവസായ മന്ത്രാലയം. കേന്ദ്ര സർക്കാരിന്റെ വികസന പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന വികസിത് ഭാരത് സങ്കല്പ് യാത്ര കേരളത്തിൽ പുരോഗമിക്കുന്നു. നവകേരള സദസ്സിന് തിരുവനന്തപുരത്ത് സമാപനം. ISL ഫുട്ബോളിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് മുംബൈ സിറ്റിയെ നേരിടും. വാർത്തകൾ വിശദമായി. ഇന്ത്യയെ വികസിത രാഷ്ട്രമാക്കുന്നതിൽ സ്ത്രീകൾ സുപ്രധാന പങ്ക് വഹിക്കണമെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. രാജസ്ഥാനിലെ ജയ്സൽമീരിൽ ലാഖ്പതി ദീദി കോൺഫറൻസിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു രാഷ്ട്രപതി. വനിതകളെ സ്വയം പര്യാപ്തമാക്കുന്നതിൽ സ്വയം സഹായ സംഘങ്ങൾ നിർണായക സ്വാധീനം ചെലുത്തുന്നതായും ശ്രീമതി മുർമു പറഞ്ഞു. രാജ്യത്തിന്റെ 100ാം സ്വാതന്ത്ര്യദിനം വികസിത രാഷ്ട്രമായി ആഘോഷിക്കണമെന്ന് ഇന്ത്യ സത്യപ്രതിജ്ഞ ചെയ്തിട്ടുണ്ടെന്നും അവർ പറഞ്ഞു. വനിതകൾ സ്വയം പര്യാപ്തമായാൽ മാത്രമേ ഇത് സാധ്യമാകൂ എന്നും അവർ ഓർമ്മപ്പെടുത്തി. ജോലിയിൽ സ്ത്രീകളുടെ തുല്യ പങ്കാളിത്തം സാമൂഹിക സാമ്പത്തിക വികസനത്തിലേക്ക് സംഭാവന നൽകുന്നതായും രാഷ്ട്രപതി പറഞ്ഞു. അമേരിക്കയിൽ ഹിന്ദു ക്ഷേത്രത്തിൽ ഇന്ത്യ വിരുദ്ധ ചുവരെഴുത്ത് കണ്ടെത്തിയ സംഭവത്തിൽ ആശങ്ക രേഖപ്പെടുത്തി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ഗാന്ധിനഗറിൽ രാഷ്ട്രീയ രക്ഷാ സർവകലാശാലയുടെ 3ാമത് ബിരുദദാന ചടങ്ങുമായി ബന്ധപ്പെട്ട് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ശ്രീ സ്വാമി നാരായൺ മന്ദിറിൽ ചുവരെഴുത്ത് പ്രത്യക്ഷപ്പെട്ടതായി ഇന്നലെ രാവിലെ 8:35ഓടെയാണ് പോലീസിന് സന്ദേശം ലഭിച്ചതെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. ഖലിസ്ഥാൻ എന്ന വാക്ക് ക്ഷേത്രത്തിന് പുറത്തെ സൈൻ ബോർഡിൽ സ്പ്രേ ചെയ്ത നിലയിലായിരുന്നു. സാൻ ഫ്രാൻസിസ്കോയിലെ ഇന്ത്യൻ കോൺസുലേറ്റ് ജനറൽ സംഭവത്തെ അപലപിച്ചു. പാർലമെന്റ് നടപടിക്രമങ്ങൾ തടസ്സപ്പെടുത്തുന്നതും എംപിമാരുടെ സസ്പെൻഷനും സംബന്ധിച്ച് ചർച്ച നടത്തുന്നതിന് കോൺഗ്രസ് അധ്യക്ഷനും പ്രതിപക്ഷ നേതാവുമായ മല്ലികാർജ്ജുൻ ഖാർഗെയെ തന്റെ വസതിയിലേക്ക് ക്ഷണിച്ച് ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖർ. ഈ സമ്മേളന കാലയളവിലുടനീളം താൻ നിരന്തരം ആവശ്യപ്പെട്ടിട്ടും കത്തുകൾ നൽകിയിട്ടും സഭാ നടപടികൾ തടസ്സപ്പെടുത്തിയതായി ഉപരാഷ്ട്രപതി പറഞ്ഞു. നടപടികൾ തടസ്സപ്പെടുത്തുന്നത് മനഃപൂർവ്വവും തന്ത്രപരമായും ആണെന്നും ഉപരാഷ്ട്രപതി പറഞ്ഞു. UAEയിലെ ഫുജൈറയിൽ ഇന്ത്യൻ സമൂഹവുമായി കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരൻ ആശയങ്ങൾ പങ്കുവച്ചു. ഇന്ത്യൻ പ്രവാസികൾ നേരിടുന്ന വിവിധ വെല്ലുവിളികൾ അദ്ദേഹം പരിപാടിയിൽ അഭിസംബോധന ചെയ്തു. രോഗികൾ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ, UAEയിലെ ബിരുദ തത്തുല്യ ചാർട്ടേഡ് അക്കൌണ്ടന്റുമാർ തുടങ്ങിയവരുടെ തുല്യതയുമായി ബന്ധപ്പെട്ട വെല്ലുവിളികൾ, പാസ്പോർട്ട് തൽക്കാൽ പ്രശ്നങ്ങൾ, പ്രവാസികൾക്കുള്ള ആധാർ കാർഡുകൾ ലഭ്യമാക്കൽ തുടങ്ങിയ വിഷയങ്ങൾ ഉൾക്കൊള്ളുന്ന വിവിധ ആശങ്കകൾ പരിപാടിയിൽ ചർച്ച ചെയ്തു. നിയമനിർമ്മാണത്തിൽ സമീപകാലത്തുണ്ടായ മാറ്റങ്ങളെ വികസിത ഇന്ത്യ എന്ന കാഴ്ചപ്പാട് സാക്ഷാത്കരിക്കുന്നതിനുള്ള അനിവാര്യമായ ചുവടുകളായി അദ്ദേഹം ചൂണ്ടിക്കാട്ടി. വികസിത് ഭാരതിന്റെ സാക്ഷാത്കാരത്തിന് സജീവമായി സംഭാവന നൽകാനും അദ്ദേഹം UAEയിലെ ഇന്ത്യൻ സമൂഹത്തോട് ആഹ്വാനം ചെയ്തു. 2 ദിവസത്തെ UAE സന്ദർശനം വളരെ ഫലപ്രദമായിട്ടുള്ള ഒരു സന്ദർശനമായിരുന്നു. ഇവിടുത്തെ പ്രവാസികൾ നേരിടുന്ന നിരവധി വിഷയങ്ങളിൽ എങ്ങനെ സത്വരമായിട്ടുള്ള പരിഹാരമുണ്ടാക്കാൻ കഴിയും എന്നുള്ള വിഷയത്തെക്കുറിച്ച് വിവിധ പ്രവാസി സംഘടനകളുടെ പ്രതിനിധികളുമായിട്ടുള്ള ചർച്ചകൾ നടന്നു. ഫലപ്രദമായിട്ടുള്ള നിർദ്ദേശങ്ങൾ പലതും ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട്. ഇന്ത്യൻ കോൺസുലേറ്റിലെ ഉദ്യോഗസ്ഥന്മാരുമായിട്ടുള്ള ചർച്ചയിൽ ഈ പ്രശ്നങ്ങൾക്ക് എങ്ങനെ പരിഹാരം കണ്ടെത്താൻ കഴിയും എന്നുള്ളതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും പ്രവാസികൾക്ക് സഹായകരമായിട്ടുള്ള സമീപനം സ്വീകരിക്കുന്ന ഒരു സർക്കാരിലെ അംഗം എന്നുള്ള നിലയിൽ ഈ സന്ദർശനം പ്രവാസികൾ നേരിടുന്ന നിരവധി വിഷയങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ സഹായകരമായി എന്നുള്ളതിൽ ഏറെ സന്തോഷമുണ്ട്. ഈ വർഷം ഏപ്രിൽ മുതൽ നവംബർ വരെയുള്ള കാലയളവിൽ ഊർജ്ജ ഉൽപാദനത്തിൽ 7.71% വളർച്ച കൈവരിച്ച ഇന്ത്യ. കൽക്കരി അധിഷ്ഠിത ഊർജ്ജ ഉൽപാദനത്തിൽ രാജ്യം 11.19% വളർച്ച നേടിയതെന്നും കൽക്കരി മന്ത്രാലയം അറിയിച്ചു. നവംബർ വരെയുള്ള ആഭ്യന്തര കൽക്കരി അധിഷ്ഠിത ഊർജ്ജ ഉൽപാദനം $779.1 ബില്യൺ. ഊർജ്ജ ഉപയോഗത്തിൽ ഇന്ത്യ 3ാം സ്ഥാനത്താണെന്നും വാർഷിക വൈദ്യുതി ആവശ്യകത 4.7% വർദ്ധിച്ചതായും മന്ത്രാലയം വ്യക്തമാക്കി. ഈ വർഷം രാജ്യത്ത് 11.53 ലക്ഷം വൈദ്യുത വാഹനങ്ങൾക്ക് പ്രോത്സാഹനം നൽകാൻ സർക്കാർ 5228 കോടി രൂപ സബ്സിഡി നൽകിയതായി ഖനവ്യവസായ മന്ത്രാലയം അറിയിച്ചു.
രാജ്യത്തുടനീളം 7432 പബ്ലിക് ഫാസ്റ്റ് ചാർജിംഗ് സ്റ്റേഷനുകൾ സ്ഥാപിക്കുന്നതിന് PSU ഓയിൽ മാർക്കറ്റിംഗ് കമ്പനികൾക്ക് സർക്കാർ 800 കോടി രൂപ അനുവദിച്ചതായും മന്ത്രാലയം വ്യക്തമാക്കി. രാജ്യത്ത് പ്രകൃതി സൌഹൃദ പൊതുഗതാഗതം ലഭ്യമാക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്നും മന്ത്രാലയം പറഞ്ഞു. കേന്ദ്ര സർക്കാരിന്റെ വികസന ക്ഷേമ പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന വികസിത് ഭാരത് സങ്കല്പ് യാത്ര കണ്ണൂർ ജില്ലയിൽ ചൊവ്വാഴ്ച രാവിലെ തളിപ്പറമ്പ് നഗരസഭയിൽ പൂക്കോത്ത് നടയ്ക്ക് സമീപവും ഉച്ചയ്ക്ക് ആന്തൂർ നഗരസഭയിലെ യൂണിവേഴ്സിറ്റി ക്യാമ്പസിന് സമീപവും എത്തിച്ചേരും. ഗ്രാമപ്രദേശങ്ങളിലെ യാത്ര ചൊവ്വാഴ്ച പായം, അയ്യങ്കുന്ന് പഞ്ചായത്തുകളിൽ പര്യടനം നടത്തും. പാലക്കാട് ജില്ലയിൽ നഗരപ്രദേശങ്ങളിലാണ് ഇന്നലെ പര്യടനം നടന്നത്. സൌജന്യ മെഡിക്കൽ ക്യാമ്പ്, ഉജ്ജ്വൽ യോജന സൌജന്യ ഗ്യാസ് കണക്ഷൻ അപേക്ഷ സ്വീകരിക്കൽ, ജൻ ഔഷധി മരുന്നുകളുടെ പരിചയപ്പെടുത്തൽ എന്നിവ പര്യടന കേന്ദ്രങ്ങളിൽ ഒരുക്കിയിരുന്നു. മറ്റു ജില്ലകളിൽ യാത്ര ചൊവ്വാഴ്ച പുനരാരംഭിക്കും. മൈ ഭാരത് പോർട്ടൽ പ്ലാറ്റ്ഫോമിൽ വോളണ്ടിയർമാരായി രജിസ്റ്റർ ചെയ്യാൻ യുവാക്കളെ പ്രോത്സാഹിപ്പിക്കാൻ ജനങ്ങളോടും മുതിർന്ന കായിക താരങ്ങളോടും ആഹ്വാനം ചെയ്ത് കേന്ദ്രമന്ത്രി അനുരാഗ് സിംഗ് ഠാക്കൂർ. ഈ പ്ലാറ്റ്ഫോമിൽ ഏതൊരു വ്യക്തിക്കും രാജ്യത്തിന്റെ ഏതു ഭാഗത്തു നിന്നും കഴിവുള്ള യുവാക്കളുടെ വീഡിയോകൾ പോസ്റ്റ് ചെയ്യാൻ സാധിക്കും. ഇത്തരം പ്രതിഭകളെ സർക്കാർ സംരക്ഷിക്കുമെന്ന് മന്ത്രി ഉറപ്പു നൽകി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @AER_News_TVM എന്ന എക്സ് ഹാൻഡിലും സന്ദർശിക്കാം. 303 യാത്രക്കാരുമായി നിക്കരാഗോയിലേക്ക് പോവുകയായിരുന്ന വിമാനം തടഞ്ഞ സംഭവത്തിൽ ഫ്രഞ്ച് സർക്കാരുമായി ചർച്ച നടന്നുവരുന്നതായി ഇന്ത്യ. വാക്ട്രി വിമാനത്താവളത്തിലുള്ള ഇന്ത്യക്കാർക്ക് വേണ്ട സഹായം ലഭ്യമാക്കുന്നു എന്ന് ഉറപ്പാക്കാനും പ്രശ്നം വേഗത്തിൽ പരിഹരിക്കാനും എംബസി ശ്രമം നടത്തിവരുന്നതായും ഇന്ത്യ വ്യക്തമാക്കി. എംബസി കോൺസുലാർ ഉദ്യോഗസ്ഥർ വിമാനത്താവളത്തിൽ തുടരുന്നുണ്ടെന്നും ദൌത്യസംഘം അറിയിച്ചു. വിമാനത്തിലുണ്ടായിരുന്നവരിലേറെയും ഇന്ത്യക്കാരാണെന്നാണ് റിപ്പോർട്ട്. പാരീസിൽ നിന്ന് 150 കിലോമീറ്റർ അകലെയാണ് ഷാലോ വാട്രി വിമാനത്താവളം. ISL ഫുട്ബോളിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് മുംബൈ സിറ്റിയെ നേരിടും. രാത്രി 8 മണിക്ക് കൊച്ചി കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലാണ് മത്സരം. ഇന്ന് വൈകുന്നേരം 5:30 നടക്കുന്ന മത്സരത്തിൽ ബംഗളൂരു നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡുമായി ഏറ്റുമുട്ടും. ഇന്നലെ നടന്ന മത്സരത്തിൽ ATK മോഹൻ ബഗാനെതിരെ ഗോവ 4-1 വിജയിച്ചു. കൊച്ചിയിൽ നടക്കുന്ന മത്സരത്തോടനുബന്ധിച്ച് അധിക സർവീസ് നടത്തുമെന്ന് കൊച്ചി മെട്രോ അറിയിച്ചു. നവകേരള സദസ്സിന്റെ സമാപന സമ്മേളനം തിരുവനന്തപുരം വട്ടിയൂർക്കാവ് നിയോജക മണ്ഡലത്തിലെ പര്യടനത്തോടെ പൂർത്തിയായി. മഞ്ചേശ്വരം മുതൽ വട്ടിയൂർക്കാവ് വരെ 36 ദിവസങ്ങളിലായി പര്യടനം പൂർത്തിയാകുമ്പോൾ ധൈര്യമായി മുന്നോട്ടു പോവുക, ജനങ്ങൾ കൂടെയുണ്ട് എന്ന സന്ദേശമാണ് ലഭിച്ചതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. ഭേദചിന്തയില്ലാതെ കേരളം പുരോഗതി നേടണമെന്ന് ചിന്തിച്ചവർ നവകേരള സദസ്സിന്റെ ഭാഗമായിട്ടുണ്ട്. പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം വില പോവില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. വിമാനത്താവളങ്ങളുടെ വിഭാഗത്തിലെ വേൾഡ് സ്പെഷ്യൽ പ്രൈസ് ഫോർ ആൻഡ് ഇന്റീരിയർ 2023 അവാർഡ് ബംഗളൂരു കമ്പഗൌഡ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് ലഭിച്ചതിൽ ജനങ്ങൾക്ക് ആശംസകൾ നേർന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വിമാനത്താവളത്തിന്റെ ഉദ്ഘാടന ചിത്രം സമൂഹമാധ്യമത്തിൽ പങ്കുവച്ചുകൊണ്ടായിരുന്നു പ്രധാനമന്ത്രി ആശംസകൾ നേർന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തെ ജനങ്ങൾക്ക് ഗീതാ ജയന്തി ആശംസകൾ നേർന്നു. വിശുദ്ധ ഗ്രന്ഥത്തെ പ്രകീർത്തിച്ച അദ്ദേഹം ഗീതയിലെ വാക്യങ്ങളിൽ മനുഷ്യത്വത്തിന്റെ സത്ത അടങ്ങിയിട്ടുണ്ടെന്നും സമൂഹമാധ്യമത്തിൽ കുറിച്ചു. 2 ദിവസത്തെ BJP നേതൃയോഗം ഇന്നലെ ന്യൂഡൽഹിയിൽ സമാപിച്ചു. പാർട്ടി ദേശീയ അധ്യക്ഷൻ JP നദ്ദ, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ എന്നിവർ പങ്കെടുത്തു. മുല്ലപ്പെരിയാർ ഡാമിൽ ജലനിരപ്പ് 141 അടിയായി ഉയർന്നതിനെ തുടർന്ന് തമിഴ്നാട് സർക്കാർ 2ാം ഘട്ട പ്രളയ മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചു. ഇന്നലെ വൈകിട്ട് 7 മണിയോടെയാണ് ജലനിരപ്പ് 141 അടിയിലേക്ക് എത്തിയത്. 142 അടിയാണ് റൂൾ കർവ് ലെവൽ. ആലപ്പുഴയിൽ നവകേരള സദസ്സിനിടെ പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ് KSU നേതാക്കളെ ആക്രമിച്ച മുഖ്യമന്ത്രിയുടെ ഗൺമാൻ അനിൽകുമാറിനും അംഗരക്ഷകൻ S സന്ദീപിനുമെതിരെ ആലപ്പുഴ സൌത്ത് പോലീസ് കേസെടുത്ത് FIR രജിസ്റ്റർ ചെയ്തു. ആലപ്പുഴ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി ഉത്തരവിട്ടതിനെ തുടർന്നാണ് ഇത്. ഗുവാഹത്തിയിൽ നടക്കുന്ന 85ാമത് സീനിയർ നാഷണൽ ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിന്റെ പുരുഷ സിംഗിൾസ് ഫൈനലിൽ ചിരാഗ് സെൻ തരുൺ എമ്മുമായി ഏറ്റുമുട്ടും. സെമിയിൽ കിരൺ ജോർജിനെ 21-18, 21-18 എന്ന സ്കോറിൽ തോൽപ്പിച്ചാണ് ചിരാഗ് ഫൈനലിൽ പ്രവേശിച്ചത്. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യയെ വികസിത രാഷ്ട്രമാക്കുന്നതിൽ സ്ത്രീകൾ സുപ്രധാന പങ്കുവഹിക്കണമെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. അമേരിക്കയിലെ ഹിന്ദു ക്ഷേത്രത്തിലെ ഇന്ത്യ വിരുദ്ധ ചുവരെഴുത്തിൽ ആശങ്ക രേഖപ്പെടുത്തി വിദേശകാര്യമന്ത്രി S ജയശങ്കർ. നിയമനിർമ്മാണത്തിൽ സമീപകാലത്തുണ്ടായ മാറ്റങ്ങൾ വികസിത ഇന്ത്യ എന്ന കാഴ്ചപ്പാട് സാക്ഷാത്കരിക്കുന്ന ചുവടുവയ്പ്പാണെന്ന് കേന്ദ്ര സഹമന്ത്രി V മുരളീധരൻ. രാജ്യത്ത് പരിസ്ഥിതി സൌഹൃദ പൊതുഗതാഗതം സാധ്യമാക്കാൻ പ്രതിജ്ഞാബദ്ധമെന്ന് ഖനവ്യവസായ മന്ത്രാലയം.
കേന്ദ്ര സർക്കാരിന്റെ വികസന പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന വികസിത് ഭാരത് സങ്കല്പ് യാത്ര കേരളത്തിൽ പുരോഗമിക്കുന്നു. നവകേരള സദസ്സിന് തിരുവനന്തപുരത്ത് സമാപനം. ISL ഫുട്ബോളിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് മുംബൈ സിറ്റിയെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.